ഹലോ. അതെ, കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. ശരിയാണല്ലോ, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. ബട്ട് സ്റ്റിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല, വീഡിയോസ് ഇല്ല. നമ്മളൊന്ന് ശ്രമിച്ചാൽ നേടാവുന്നതുള്ളൂ അല്ലേ? ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കണ്ടൻറ്റ് ക്ഷാമം കാരണം അതിന് പറ്റാറില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, വൈ ഷുഡൻറ്റ് ഐ പോസ്റ്റ് എ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ്. ഈ ഓട്ടത്തിനിടയിൽ എനിക്ക് പറ്റിയത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ബസ്സിന് വന്ന് സ്റ്റാൻഡിലിറങ്ങി ലേഡീസ് സെൻറ്ററിലൊക്കെ കയറി. ഓൾറെഡി ഒരു പർച്ചേസൊക്കെ കഴിഞ്ഞു. ലൈക്ക് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിന്നപ്പം ഇയാൾ എന്നെ വിളിക്കാൻ വന്നു. ഇയാൾ എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി എന്നെ വിളിക്കാൻ വന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്കുള്ള ഗ്രോസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ദിവസം കേട്ടോ. ഞങ്ങളങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സോപ്പ് പർച്ചേസ് ചെയ്യാൻ നിന്നപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, നമുക്ക് വെറൈറ്റി പിടിച്ചാലോ, ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ. നമ്മൾ എല്ലാ തവണയും നമ്മളിങ്ങനെ വിചാരിക്കും. ബട്ട് ഫൈനലി വി എൻഡ് ഓൺ റെക്സോണ അല്ലെങ്കിൽ മെഡിമിക്സ്. നമ്മൾ ഹെൽത്തി ആയിട്ട് നീങ്ങാന്നൊക്കെയുള്ള പ്ലാനിൽ ഇങ്ങനെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലിസ്റ്റിൽ കുറച്ച് ഡേറ്റ് സിറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചു. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീ ഷോപ്പുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഒരു ചേച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ കടയിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ചായ എടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പം ഹെൽത്തി ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു 2025 ഒരു റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ആവിയിൽ പുഴുങ്ങിയതൊക്കെ ആയിട്ടാണ് കഴിക്കണത്. ഞാൻ ഇലയുടെ ഒരു കോഴിക്കട്ടയൊക്കെ കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഈ മാവ് പൂത്തിക്കണ കാണുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു മണിക്കൂർ അവിടെ നിന്ന് കഥ പറയുമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ മാങ്ങ പൊടിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇതുണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. മറ്റേ ഷോപ്പ് ഓൺ വീൽസ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഞങ്ങൾ മിക്ക ദിവസവും വൈകിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്, എന്നാലും ഞങ്ങൾ ചായ കുടിക്കാൻ ഇവിടെയാണ് വരാറ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. തൊട്ട് താഴെ ഒരു പാടമുണ്ട്. അതാണ് ഈ കൊക്കും ബ്രാവും എല്ലാം കൂടെ അങ്ങോട്ട് പറന്നു പോകുന്നത്. പിന്നെ ഈ ചെടി ഇതെന്താണെന്ന് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ചാനലിൽ ദീപാവലിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഈ ചെടി കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് ചെറുള എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് നമ്മുടെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനൊക്കെ നല്ലൊരു മെഡിസിനാണ് കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ അവിടെ ഇരുന്ന് ചീത്തയായി പോയാലും നമ്മൾ കഴിക്കില്ല, വൈകുന്നേരം തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഡേറ്റ് സിറപ്പ് മേടിക്കുമ്പോൾ ഡേറ്റ് സിറപ്പിൻ്റെ കൂടെ കഴിക്കും കേട്ടോ. പിന്നെ ചെടിക്കൊക്കെ വെള്ളം നനച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ വന്നു കേട്ടോ, ഈ പൂച്ചക്കുട്ടൻ. ഇങ്ങേരെ നമ്മുടെ വീട്ടിലല്ലേ, എവിടുന്നോ വന്നതാണ്. കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പുള്ളി അങ്ങോട്ട് പോയി. ഇത്ര കാര്യമായിട്ട് ചെടി നനയ്ക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ് ഈ കൃഷി ചെയ്യുക എന്നുള്ളത്. നമ്മൾ തന്നെ നനച്ച് വളർത്തിയെടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഗ്രോ ബാഗൊക്കെ മേടിച്ചു, കുറേ വിത്തൊക്കെ മേടിച്ചുകൊണ്ട് നട്ടു. അത് കിളുത്ത് വരുന്നുണ്ട്. പിന്നെ സന്ധ്യയായപ്പോഴത്തേക്ക് തിരിയൊക്കെ കത്തിച്ചു. പിന്നെ ഇന്ന് നൈറ്റ് ഞാൻ മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലിരുന്നപ്പോഴത്തേക്കാണ് ഒരാൾ ഹോട്ട് ഡോഗുമായിട്ട് വരുന്നത്. പിന്നെ ഈ തണ്ണിമത്തൻ ഈ ഫ്രൂട്ട്സൊക്കെ കൊണ്ട് തന്നെ തീറ്റിക്കാനുള്ളൊരു പങ്കപ്പാടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.